ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ ഒന്ന് അടിച്ച് പൊടിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ റവ, പഴം വരട്ടിയത്, ശർക്കര, ഇത്തിരി പുട്ടുപൊടി, ഗോതമ്പ് പൊടി, മുത്താരിപ്പൊടി, ഏലക്കാപ്പൊടി, പഴം വരട്ടിയത് എല്ലാം കൂടി ഇട്ട് ഞവടിയതാണിത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇടാം. ഇത് നമുക്ക് അടയുണ്ടാക്കാനാണ്. ഇത്രയും നമ്മൾ ഇട്ട് കുഴച്ചിവിടെ വയ്ക്കുക അരമണിക്കൂർ. നമുക്കിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ അട ഓരോന്ന് പരത്തി ഇതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അമങ്ങിയിരിക്കില്ല, കുറച്ച് പൊന്തിയിരിക്കും. വേവാനും സുഖമായിട്ട് മുകൾ വശവും അടിവശവും വേവും ഇങ്ങനെ വെച്ചാൽ. അല്ലെങ്കിൽ പതുങ്ങിയിരുന്ന് വേവില്ല എന്നല്ല, കുറച്ച് താമസം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് വേവും. നമുക്ക് ഇത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച സാധനങ്ങളാണ് അടയ്ക്കുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ചക്ക വരട്ടിയത്, തേങ്ങ, ഏലക്ക, ശർക്കര, പിന്നെ കുറച്ച് പുട്ടുപൊടി, ബാക്കി ഗോതമ്പ് പൊടി. ബാക്കിയുള്ള ഇതിൽ ചേർത്തത് ഗോതമ്പ് പൊടിയാണ്, വേറൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് ഇലയിൽ പരത്താം. മറന്നു, ഇലയിൽ പരത്തി വയ്ക്കാം. ശർക്കരയൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ട്. ഉപ്പിട്ടു, അത് പറഞ്ഞില്ല, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇലയിൽ പരത്താം. അപ്പോൾ നമ്മൾ ഇലയിൽ വെച്ചിട്ടുണ്ട് അടേൻ്റെ. ഇനി നമുക്കിത് പരത്താം. നമ്മളിങ്ങനെ മടക്കും, നമ്മളിങ്ങനെ അമർത്തുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇത്രയുള്ള അട അടുപ്പത്ത് വെച്ചു. ഇനി ഇത് വേകട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. അടയ്ക്കാം. ഇവിടെ ഒന്നും ലൈറ്റൊന്നുമില്ല. എടുക്കില്ല.